തോമസിലേക്ക് വരുമ്പോൾ ഉമാ തോമസ് തുടക്കത്തിൽ ജയിക്കാനുണ്ടായ കാരണം പി.ടി. തോമസ് സാറിന്റെ മരണവും അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നുള്ളൊരു പരിഗണനയുമാണ്. ആ പരിഗണന മാറണം. സഹതാപം എന്നത് മാറി എം.എൽ.എയുടെ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണം. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ബി.ജെ.പി. ജയിക്കാൻ പോകുന്ന സമയത്ത് ഇവർ ഒന്നിക്കുന്നൊരു സാഹചര്യം വന്നത്. അത് നമ്മളിപ്പോൾ നേമത്തായാലും മഞ്ചേശ്വരത്തായാലും ഇത്തരത്തിൽ ഇവരുടെ ഒരു ഐക്യം കണ്ടു. ആ ഐക്യമാണ് ഭയപ്പെടേണ്ട ഒരു ഐക്യം എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരുവൻ അവന്റെ രാഷ്ട്രീയം മറന്ന് മതം പ്രാധാന്യം കൊടുത്ത് തുടങ്ങുന്നത് ഒരു അപകടകരമായ കാര്യമാണ്. ഹിന്ദു അങ്ങനെ നാളിതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 50% ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഒരിക്കലും ബി.ജെ.പിക്ക് ജയിക്കാൻ പറ്റാത്തത്. കാരണം ഹിന്ദു അവന്റെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ പലപ്പോഴും ബി.ജെ.പി. ജയിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയം മറന്ന് അവർ ഒരു ഭാഗത്തേക്ക് വോട്ട് ചെയ്യുന്നു. ഇത് രാഷ്ട്രീയത്തിൽ ഭൂഷണമായ ഒരു കാര്യമായിട്ടോ ജനാധിപത്യത്തിൽ ഭൂഷണമായ കാര്യമായിട്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായി മാറട്ടെ. ഇത് മതത്തെക്കാളല്ല ഉപരി മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ തീവ്രവാദം പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെയും പിന്തുണയ്ക്കാൻ വേണ്ടി നിങ്ങൾ UDF-നും LDF-നും വോട്ട് കൊടുത്താൽ ഇപ്പുറത്ത് ഹിന്ദുക്കൾ ഒന്നിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാര്യം അവനിത് കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു മാത്രം മതേതരവാദി, ബാക്കിയുള്ളവർ അവരുടെ കാര്യങ്ങൾക്ക് ഒന്നിക്കുന്നു. ഇതൊക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പതിയെ വെറുതെ നമ്മളെ നാട്ടിൽ രാഷ്ട്രീയം മറന്ന് മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന വിഭാഗീയതകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതില്ലാതാകണമെങ്കിൽ മുസ്ലിം സമൂഹം വിചാരിച്ചാൽ മതി. ഇവിടെ നമസ്കാരം. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് 2020-യുടെ ഒരു വരവോട് കൂടിയിട്ടാണ് ഈ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു വാശിയേറിയ പോരാട്ടം ഈ ഒരു മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് അഖിൽ മാരാരാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എത്രത്തോളമാണ് ഈ ഒരു മണ്ഡലത്തിലെ വിജയപ്രതീക്ഷ എന്ന്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോ തൃക്കാക്കരയിൽ വാശിയേറിയ ഒരു പോരാട്ടത്തിന് താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തോടു കൂടി ആരംഭം കുറിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ NDAയുടെ ഭാഗമായി വരുമ്പോൾ NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. രാജ്യത്ത് ഇന്നലകളിൽ നമ്മൾ കണ്ട സക്സസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ പ്രയോജനപ്പെടുത്തി കേരള ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ജനത്തിൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ്. അവിടെ നമ്മൾക്ക് ഇന്നലെ ഇപ്പം കിഴക്കമ്പലം പോലെ ഒരു പഞ്ചായത്തിൽ നടന്ന വികസനങ്ങൾ 2020 എന്തായിരുന്നു എന്ന് ഓൾറെഡി പ്രൂവണാണ്. അപ്പം 2020-യും BJP-യും കൂടെ ചേരുമ്പോഴത്തേക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു അഡീഷണൽ ഒരു ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. അപ്പോൾ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തൃക്കാക്കരക്കാർ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കാം. 2016-ൽ BJP 21,000 വോട്ടുകൾ നേടിയ മണ്ഡലമാണ്. 10 വർഷത്തിന് ശേഷം ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിനിടയിൽ BJP ഏകദേശം ഒരു നില തന്നെയാണ് അവർ വോട്ടിംഗ് ശതമാനം നിർത്തിയിരിക്കുന്നത്. ഒരു 15,000, 16,000, 17,000 അങ്ങനെയെല്ലാമാണ് നിർത്തിയിരിക്കുന്നത്. കൂട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 13,000-ന് മുകളിൽ വോട്ടുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടുന്ന സമയത്ത് അത്യാവശ്യം ഒരു നല്ലൊരു വോട്ടിംഗ് ശതമാനം NDAക്ക് ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പൊ ഇത് ഒരു 20,000 വോട്ടുകൾ പുതുതായി താങ്കൾ നേടിക്കഴിഞ്ഞാൽ ചരിത്രം മാറുമെന്നുള്ള സംശയമില്ല. അല്ല, തീർച്ചയായിട്ടും അതായത് ഇവിടെ ഒരു വോട്ട് ബേസ് NDAക്ക് ഉണ്ട്. കാര്യം 2020+ BJP എന്ന് പറയുമ്പോഴത്തേക്ക് തൃക്കാക്കര മണ്ഡലത്തിൽ 22-23% വോട്ട് ബേസ് ഉണ്ട്. ഒരു പക്ഷേ ഒരുമിക്കുന്ന സമയത്ത് അതൊരു 25% എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കാര്യം ഈ രണ്ടായിട്ട് മത്സരിക്കുമ്പോൾ വിജയസാധ്യത കുറവായതുകൊണ്ട് മാറി നിൽക്കുന്നവർ ഒരുമിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് കുറച്ചുകൂടി പ്രതീക്ഷ വരും. അപ്പം അതിനോടൊപ്പം തന്നെ ഈ തൃക്കാക്കര നിവാസികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരുടെ മനസ്സിലുള്ള ചില സംശയങ്ങൾ, അവരുടെ മനസ്സിൽ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ കാലങ്ങളായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അവരുടെ അടിമകളാണോ എന്ന അവരോട് തന്നെ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് അടുത്ത ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നൊരു വലിയ വിപ്ലവകരമായ മാറ്റം. നിശബ്ദമായി ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ ഞങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കുമെന്ന്. ഇത് ഒരുപക്ഷെ ഒരു മാധ്യമത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, വെളിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ നിശബ്ദമായ ഈ വിപ്ലവം തൃക്കാക്കരയിൽ സംഭവിക്കും. ഈ എറണാകുളം ജില്ലയിൽ മുസ്ലിം മതവിഭാഗത്തിന് അത്യാവശ്യം വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കര. 25% മുകളിലാണ് വോട്ട് ബാങ്ക്. 22% ക്രിസ്ത്യൻ വിഭാഗമുണ്ട്. 50, 52, 53% ഹിന്ദു വിഭാഗം. അപ്പൊ സ്വാഭാവികമായിട്ട് BJP-യുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വോട്ട് എന്നുള്ളത് ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നാണ്. പക്ഷെ 2020-യും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് മുനമ്പം വിഷയമെല്ലാം വന്ന സമയത്ത് അതിലൊരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എല്ലാ മതവിഭാഗങ്ങളുടെ ഭാഗത്തും NDA വോട്ട് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ മതവിഭാഗങ്ങളും NDAക്ക് ഇന്നലകളിൽ വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പറയും ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നതിനെക്കാട്ടിയും കൂടുതലും ഒരുവൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട്. ഇപ്പം ക്രിസ്ത്യൻസിന് അവർ കാലങ്ങളായിട്ട് ഒരു കോൺഗ്രസിന്റെ ഒപ്പമായിരുന്നു.
അപ്പം ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല അവൻ BJPക്ക് ആ സമയത്ത് വോട്ട് ചെയ്യാതിരുന്നത്, അവൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് വോട്ട് ചെയ്തില്ല. ഇപ്പം മുസ്ലിമായ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഇന്നലകളിൽ വിശ്വസിച്ചിരുന്നു, അവർ അങ്ങനെ ചെയ്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് BJP ജയിക്കാൻ പോകുന്ന സമയത്ത് ഇവർ ഒന്നിക്കുന്ന ഒരു സാഹചര്യം വന്നത്. അത് നമ്മളിപ്പോൾ നേമത്തായാലും മഞ്ചേശ്വരത്തായാലും ഇത്തരത്തിൽ ഇവരുടെ ഒരു ഐക്യം കണ്ടു. ആ ഐക്യമാണ് ഭയപ്പെടേണ്ട ഒരു ഐക്യം എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഒരുവൻ അവന്റെ രാഷ്ട്രീയം മറന്ന് മതം പ്രാധാന്യം കൊടുത്ത് തുടങ്ങുന്നത് ഒരു അപകടകരമായ കാര്യമാണ്. ഹിന്ദു അങ്ങനെ നാളിതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 50% ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഒരിക്കലും BJPക്ക് ജയിക്കാൻ പറ്റാത്തത്. കാരണം ഹിന്ദു അവന്റെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ പലപ്പോഴും BJP ജയിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയം മറന്ന് അവർ ഒരു ഭാഗത്തേക്ക് വോട്ട് ചെയ്യുന്നു. ഇത് രാഷ്ട്രീയത്തിൽ ഭൂഷണമായ ഒരു കാര്യമായിട്ടോ ജനാധിപത്യത്തിൽ ഭൂഷണമായ കാര്യമായിട്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായി മാറട്ടെ. ഇത് മതത്തെക്കാളല്ല ഉപരി മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ നേതാക്കന്മാർ, LDFന്റെയും അതോടൊപ്പം തന്നെ ഈ UDFന്റെയും SDP ദേശീയ അധ്യക്ഷനുമായി ഒരു ഇഫ്താർ സംഗമത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം. നമ്മൾക്കറിയാം, ഒരു 3 വർഷങ്ങൾക്ക് 2.5 വർഷങ്ങൾക്ക് മുന്നേ SDP മാതൃസംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ്. ആ ഒരു തീവ്രവാദ മുഖമുണ്ട് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമുള്ള ഒരു സംഘടനയെ ഒരു മടിയുമില്ലാതെ ഇവർ പോയി മാറോട് ചേർക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? അല്ല, അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. രാഷ്ട്രീയം മറന്ന് മതം നോക്കി വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നൊരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ശരിയായൊരു ധാരണയോ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു വെച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിനാണ്. ഇപ്പൊ SDP നിലപാടുകൾ ശരിയല്ല എന്ന് പറയേണ്ടത് ഒരു ഹിന്ദുവല്ല, മുസ്ലിം തന്നെയാണ്. അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രീതികൾ ശരിയല്ല, അവർ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണെന്നും അവരെ ഞങ്ങളുടെ കൂടെ കൂട്ടത്തില്ലെന്നും ജമാഅത്ത് ഇസ്ലാമിയെ ഞങ്ങളുടെ കൂട്ടത്തില്ലെന്നും ഈ നാട്ടിലെ മതേതര മൂല്യമുള്ള ഒരു മുസ്ലിമാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഹിന്ദു ആകുമ്പോഴാണ് ഇതിനെ നമ്മളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. ഞാനിത് പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയായി മാറുകയാണ്. ഞാനിത് പറയുന്നത് മുസ്ലിം ആയതുകൊണ്ടല്ല, അത് പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പുറത്ത് നിന്ന് പറയാൻ പറ്റാത്തൊരു ധൈര്യം ഒരു മുസൽമാൻ പറയുമ്പോൾ അവനിത് കിട്ടും, അവനാണിത് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ അവനിത് തിരിച്ചറിയാതെ, അതായത് ഈ തീവ്രവാദം പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെയും പിന്തുണയ്ക്കാൻ വേണ്ടി നിങ്ങൾ UDFനും LDFനും വോട്ട് കൊടുത്താൽ ഇപ്പുറത്ത് ഹിന്ദുക്കൾ ഒന്നിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാര്യം അവനിത് കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു മാത്രം മതേതരവാദി, ബാക്കിയുള്ളവർ അവരുടെ കാര്യങ്ങൾക്ക് ഒന്നിക്കുന്നു. ഇതൊക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പതിയെ പതിയെ വെറുതെ നമ്മളെ നാട്ടിൽ രാഷ്ട്രീയം മറന്ന് മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന വിഭാഗീയതകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതില്ലാതാകണമെങ്കിൽ മുസ്ലിം സമൂഹം വിചാരിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു കേരള സ്റ്റോറി ഇറങ്ങി, ഒരു പട്ടിക്കുഞ്ഞു പോലും ആ പടം പോയി കണ്ടില്ല. ഇതെങ്കിൽ ഇതൊന്ന് കണ്ട് വിജയിപ്പിച്ചേക്കാം എന്ന് കരുതി RSSും BJPയും കൂടെ ചേർന്ന് RSSന്റെ പ്രവർത്തകരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ലക്ഷം പേര് ആക്റ്റീവ് വർക്കേഴ്സ് ഇവിടെ RSSനും BJPക്കും ഇല്ലേ? ഇവർ പോയി പടം കണ്ടിരുന്നെങ്കിൽ ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് കേരളത്തിൽ മാറത്തില്ലേ? അവരെന്താ ഇത് തിരിഞ്ഞു നോക്കാഞ്ഞത്? അവരുടെ മതേതര മൂല്യമാണ് ആ പടം ഇവിടെ പരാജയപ്പെട്ടു പോയത്. അതേസമയം ഇതേ പടം മറ്റൊരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരുന്നെങ്കിൽ അവരെല്ലാം കൂട്ടമായി പോയി കണ്ട് വിജയിപ്പിച്ചേനെ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം. ചേട്ടാ, അവസാനമായിട്ട് ഈ തൃക്കാക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായി. മണ്ഡലത്തിന്റെ സവിശേഷതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതോടൊപ്പം ഇവിടുത്തെ കഴിഞ്ഞ MLA ഉമാ തോമസ്, അതോടൊപ്പം ഈ പുതുതായിട്ട് ഇവിടെ LDF നിർത്തിയിരിക്കുന്ന LDFന്റെ അവരും ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ സവിശേഷതകളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ താങ്കളോട് മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ മണ്ഡലം പരമ്പരാഗതമായിട്ട് UDFന് അനുകൂലമായ മണ്ഡലമായി മാറിയതിന്റെ കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നല്ല കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഉമാ തോമസിലേക്ക് വരുമ്പോൾ, ഉമാ തോമസ് തുടക്കത്തിൽ ജയിക്കാനുണ്ടായ കാരണം PT തോമസ് സാറിന്റെ മരണവും അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നുള്ളൊരു പരിഗണനയുമാണ്. ആ പരിഗണന മാറണം. സഹതാപം എന്നത് മാറി MLAയുടെ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തിരഞ്ഞെടുപ്പായിട്ട് ഈ തിരഞ്ഞെടുപ്പ് മാറണം. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ തൃക്കാക്കരയെ സംബന്ധിച്ച് 2 ടൈപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനതയെ നമ്മളിവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ലക്ഷറി ലൈഫിൽ നയിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. അതിന്റെ ഇടത്തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിലാണ്. ഇനി ഇതിനേക്കാൾ എല്ലാം ഉപരി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. അപ്പൊ തൃക്കാക്കര നിവാസികൾക്ക് വോട്ടർമാർക്ക് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ അത്രയും തന്നെ പോപ്പുലേഷൻ പുറത്തുനിന്ന് വന്നും താമസിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പം എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഒരു വോട്ട് ചിലപ്പം നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം നമ്മളെ ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു മണ്ഡലമാണ്. ഒരു കേരളത്തിന്റെ പരിച്ഛേദമെന്നോ ഇന്ത്യയുടെ പരിച്ഛേദമെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു മണ്ഡലമാണ്. ഇവിടെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഞാനൊരു 100 പേരെ കണ്ടാലും ഈ 100 പേരും ചിലപ്പോൾ ഇവിടുത്തെ വോട്ടർമാരാവണമെന്നില്ല.
റോഡ് സൈഡുകളിലുള്ള കടകളിലൊക്കെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ജോലി എടുക്കുന്നവരും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള മുതലാളിമാരും ഒക്കെ തന്നെ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ആദ്യം ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തരുന്നൊരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ, പ്രദേശത്തേക്ക് പോകുമ്പോൾ ഇതിനൊരു കൾച്ചറുള്ള സ്ഥലമാണ്. തൃക്കാക്കരയപ്പൻ്റെ മണ്ണാണ്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ്. അപ്പോൾ ഈ ജനതയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാനും ഈ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ കൊണ്ടുവരാനും ഇതൊരു ഹാർട്ട് ഓഫ് ദ സിറ്റി ആണെന്ന് മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിൻ്റെ കൂടി പ്രൗഢിക്ക്, അതായത് ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ വന്ന് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വരുന്ന സിറ്റിയുടെ ഹാർട്ട് ഇതാണ്. കലൂർ ഇപ്പം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ കലൂർ നമ്മളെ മണ്ഡലത്തിലാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ആരൊക്കെയാണ്? ഇന്ത്യയിൽ ഇപ്പം കലൂർ ഫുട്ബോൾ കളി എല്ലാ വർഷവും ISL നടക്കുന്നു. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം ഈ മറ്റുള്ള സ്ഥലത്ത് ഒരു ആൾക്കാർ പോലും നമ്മുടെ നാട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ സത്യത്തിൽ ഫാമിലിക്ക് ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇവിടെ ഇല്ല. അപ്പോൾ അത് സർക്കാർ തലത്തിൽ കൊണ്ടുവരാൻ പറ്റണം. ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് കാക്കനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫോ പാർക്കിലെ കുട്ടികൾ നിൽക്കുന്ന സ്ഥലത്ത് അവർക്കൊരു റിലാക്സേഷന് പറ്റിയ, അവർക്കൊന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളോ കാര്യങ്ങളോ നമുക്കിപ്പോൾ ഇവിടെ ഇല്ല. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്, ഞാൻ കണ്ട ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ഒരാളോട് പറഞ്ഞ് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അത് സ്വകാര്യ പങ്കാളിത്തത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, സർക്കാർ തലത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, പിന്നെ എല്ലാവരുമായി കൂടിയാലോചിച്ച് കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും.